നമസ്കാരം. നവീൻ ബാബു കൊലപാതകത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിരിക്കുകയാണ്. നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ മരണം വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു. കണ്ണൂരിൽ കളക്ടർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് നൽകിയ യാത്രയയപ്പിൽ അവിടുത്തെ PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ കയറി വരികയും പിന്നീട് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ പരമ്പര നമുക്കെല്ലാം അറിയാം. അതിൽ അദ്ദേഹം പിന്നീട് തൂങ്ങി മരിച്ചതായിട്ടാണ് പിന്നെ കാണപ്പെട്ടത്. നവീൻ ബാബുവിനെ പോലെയുള്ള ഒരാൾ, എല്ലാ കഴിവുകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാൾ, സ്വന്തം കുട്ടികളുടെ ഭാവി വളരെയധികം നോക്കുന്ന ഒരാൾ, സ്വന്തം ഭാര്യയോട് അന്ന് വളരെ ഞാൻ പുറപ്പെട്ടു അങ്ങോട്ട് വരികയാണെന്ന്, ട്രെയിനിൽ വരികയാണെന്ന് പറഞ്ഞ ആൾ പിന്നെ കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലാണ്. ഇത് കെട്ടിത്തൂക്കി കൊന്നതാണെന്ന് അന്ന് ക്രൈം പുറത്തുവിട്ടിരുന്നു വാർത്ത. അതിനോടനുബന്ധിച്ച് അവിടെ കാണപ്പെട്ട ചില വാഹനങ്ങളുടെ വിവരങ്ങളും അതേപോലെ പിന്നീട് നടന്ന സംഭവ പരമ്പരകളും എല്ലാം തന്നെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതായത് MV ജയരാജൻ ഈ കൊലപാതകം കഴിഞ്ഞ ഉടൻ തന്നെ ഈ ബോഡി അതിവേഗതയിലെടുത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി, പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി നേരെ കൂടെ കൊണ്ടുപോയി പെട്ടെന്ന് കത്തിച്ച് കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് MV ജയരാജന് കൃത്യമായി ഈ കാര്യത്തിലെല്ലാം പങ്കുണ്ട്. എന്താണ് ഇത്രമാത്രം ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പ്രശ്നമുണ്ടായത്? ശ്രീകണ്ഠപുരത്തടക്കമുള്ള സ്ഥലങ്ങളിൽ അനധികൃത ക്വാറി നടന്നത് മാത്രമല്ല, അനധികൃതമായി CPM പല സ്ഥലങ്ങൾ, ഗവൺമെൻറ് സ്ഥലം കയ്യേറിയതിൻ്റെ വ്യക്തമായ രേഖകളും ഈ നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ടായിരുന്നു. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഒരു പെട്രോൾ പമ്പുമായിട്ടുള്ള വിവാദമാക്കി മാറ്റി അതിനെ ട്വിസ്റ്റ് ചെയ്യുകയായിരുന്നു. പെട്രോൾ പമ്പ് ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. കോടാനുകോടി രൂപയുടെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പേരിലുള്ള അനധികൃത സ്വത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അതായത് ഗവൺമെൻറ് ഭൂമി അവർ കയ്യേറിയിട്ട് വ്യാജരേഖകളുണ്ടാക്കി സ്വന്തമാക്കി നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ടായിരുന്നത്. ഈ സംഭവങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, അതിന് കൂട്ടു നിൽക്കാത്ത നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു കാറിൽ വന്ന് ഇറങ്ങുന്ന രംഗം അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുള്ളതാണ്. അവിടെ നിന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ സാധാരണ അരിയാഹാരം കഴിച്ചവരാരും വിശ്വസിക്കില്ല. ഇനി രണ്ടാമത്തെ വശം, ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്, ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ്. കാരണം അവർക്ക് കേരള പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഗവൺമെൻറ് മാറി എന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ നല്ല പോലീസ് ഓഫീസർമാരെ കൊണ്ട്, കേരളത്തിലെ നല്ല ചുറുചുറുക്കുള്ള സത്യസന്ധരായ ധാരാളം പോലീസ് ഓഫീസർമാരുള്ള സ്ഥലമാണ് കേരളം. അവരെ കൊണ്ട് അന്വേഷിച്ച് കൃത്യമായി മുന്നോട്ട് പോകുന്നതിന് പകരം CBI അന്വേഷണത്തിന് കൊടുത്തത് വിഡ്ഢിത്തമായി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. കവിയൂർ കേസ് എന്ന് പറയുന്ന 5 അംഗ കുടുംബം കൊല്ലപ്പെട്ട സംഭവമാണ്. കവിയൂരിൽ നാരായണ നമ്പൂതിരിയും കുടുംബവും ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ കുടുംബം കൊല്ലപ്പെട്ടതിന് അത് ആത്മഹത്യയാക്കി മാറ്റി. ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ള ഇതായിരുന്നു ശ്രീമതി ടീച്ചർ വിളിച്ചു പറഞ്ഞത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി ടീച്ചർ വിളിച്ചു പറഞ്ഞു ആ കുട്ടി കന്യകയാണ്, അതേപോലെ എല്ലാവരും ആത്മഹത്യ ചെയ്താണെന്നുള്ളത്. ശ്രീമതി ടീച്ചർക്ക് എങ്ങനെ വിവരം കിട്ടുന്നത്? അപ്പോൾ അതിൽ വളരെ ദുരൂഹതയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ക്രൈം അതിലിടപെടുകയും ഞാൻ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതിലാകപ്പാടെ ഒരു പ്രതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഈ പറയുന്ന ലതാ നായരായിരുന്നു. പിമ്പായ ലതാ നായരായിരുന്നു. അപ്പം അതിൽ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി അടക്കമുള്ള നേതാക്കന്മാരും അവരുടെ മക്കളും, അതേപോലെ ചില ഗോപിനാഥ് എന്ന കോട്ടയം പോലീസ് സൂപ്രണ്ടും അതേപോലെ ഉള്ള ആളുകളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അവരെല്ലാവരും ഈ കുട്ടിയെ നിരന്തരമായി സെക്ഷലി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി
വ്യക്തമായ ഒരു കത്ത് ജസ്റ്റിസ് ബസന്തിന് എന്ന് വന്നിരുന്നു. ജസ്റ്റിസ് ബസന്തായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് കിളിയൂർ കേസ് പരിഗണിച്ചിരുന്നത്. ആ കിളിയൂർ കേസ് പരിഗണിച്ച സംഭവത്തിലാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു കത്ത് വരികയും കവിയൂർ കേസിൽ മരണപ്പെട്ട ആ കുട്ടി 15 വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നും അവരെ നിരന്തരമായി പലർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഉള്ള വിവരങ്ങൾ ആ കത്തിലൂടെയാണ് പുറത്തു വന്നത്. എന്തിന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് കുട്ടിയെ സമീപിച്ചതെന്ന് പിന്നീട് ആ കുട്ടി തിരിച്ചറിഞ്ഞ് ലതാ നായരോട് തട്ടിക്കയറിയെന്നുള്ള വാർത്തകളുമാണ് അന്ന് വന്നത്. ഈ സംഭവത്തിൽ വലിയ ദുരൂഹതകൾ ഉണ്ടാവുകയും അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും പോലീസ് ആദ്യമേ എഴുതി വെച്ചു ഇതൊരു ആത്മഹത്യയാണെന്ന്. എന്നാൽ കുറ്റപത്രം CBI സമർപ്പിച്ചപ്പോൾ ഞാൻ കോടതിയിൽ കയറി, കോടതിയിൽ കക്ഷി ചേരുകയും കോടതി കക്ഷി ചേർന്ന് ഇത് CBI തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹർജി ഫയൽ ചെയ്തു. ആ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ CBI ശക്തമായി എതിർത്തു. കോടതിയും എന്നോട് ആദ്യം എതിർപ്പിലായിരുന്നു. എന്നാൽ ഞാനും അഡ്വക്കേറ്റ് രാമചന്ദ്രനും, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹവും കൂടി കോടതിയിൽ പറഞ്ഞത് ഈ കുട്ടി നിരന്തരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമോട്ടോസോവ ഉണ്ട്, ശുക്ലവും ശുക്ലസ്രാവവുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇത് ഈ ലതാ നായരാണോ, ഈ കുട്ടിയുടെ കന്യാചർമ്മം വിച്ഛേദിച്ച ലതാ നായരാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി CBIയോട് ചോദിച്ചു എന്താണ് മറുപടി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം മുട്ടി. ലതാ നായർക്ക് എന്തായാലും ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിൽ കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കാനോ പുരുഷന്മാർക്ക് മാത്രമുള്ള ശുക്ലവും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. അതോടുകൂടിയിട്ടാണ് തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സജി നന്ദ്യാട്ടടക്കമുള്ള സിനിമാ നിർമ്മാതാക്കളുടെയും എല്ലാം പങ്കാളിത്തം കണ്ടെത്താൻ വേണ്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അത് അന്വേഷണത്തിന് വന്നതാരാണ്? നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന തേർഡ് റേറ്റ് എന്ന് പറയാൻ പറ്റും, തേർഡ് റേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കഥയുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ സ്പേം ആൻഡ് സ്പെർമോട്ടോസോവ DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തിരുന്നു. എന്നാൽ അത് അട്ടിമറിക്കപ്പെട്ടു. കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥിൻ്റെ ഭാര്യ കെമിക്കൽ ലാബിൽ ഉദ്യോഗസ്ഥയായിരുന്നു, അവരാണ് ഇത് പരിശോധിക്കേണ്ടത്. എന്നാൽ ഇത് DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല. ആ DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരാണ് പ്രതി എന്ന് കണ്ടുപിടിക്കാമായിരുന്നു. അങ്ങനെ അത് നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ നാരായണ നമ്പൂതിരി സ്വന്തം പിതാവിനെയാണ് മോളെ പീഡിപ്പിച്ചതെന്ന് കഥ ഉണ്ടാക്കിയാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാരൻ നായർ. അപ്പോൾ അതിനെതിരെ ഞാൻ ശക്തമായ രൂപത്തിൽ കോടതി വാദിക്കുകയും വീണ്ടും തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും പോലീസ് CBI കൊടുത്ത റിപ്പോർട്ട് തള്ളുകയും ചെയ്തു. എന്നാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ കിളിയൂർ കേസിൽ പ്രതിയാക്കപ്പെട്ട ലതാ നായർ ജയിലിൽ ചെന്നാൽ എല്ലാ വിവരങ്ങളും തരാമെന്ന് എന്നെ അറിയിക്കുകയും ഞാനത് നന്ദകുമാരൻ നായരോട് പറയുകയും ചെയ്തു. തെളിവില്ലാത്തതാണല്ലോ. ജയിലിലൊരു ട്രാപ്പാക്കി എന്നെ കൊടുക്കാൻ ശ്രമിച്ചു നന്ദകുമാരൻ നായർ. അവർ പറഞ്ഞത് ലതാ നായരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നോട് ഇവിടെ ജയിലിൽ നിന്നുള്ളിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾ എനിക്കൊരു കത്തയക്കുക അല്ലെങ്കിൽ കോടതിക്ക് കത്തയക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കോടതിയിൽ വാദിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അടുത്ത റിപ്പോർട്ടിൽ എന്താ എഴുതി വെച്ചത് അറിയാമോ? ഞാൻ ഈ ലതാ നായർ സ്വാധീനിച്ച് 1 കോടി രൂപ ഓഫർ ചെയ്തു എന്ന് പറയുന്ന കള്ളത്തരം എഴുന്നള്ളിക്കുകയാണ് നന്ദകുമാരൻ നായർ ചെയ്തത്. ഇതിലപ്പുറം വിഡ്ഢിത്തങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ വെറും തട്ടിപ്പാണ് CBI എന്നർത്ഥം. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ CBI ഉദ്യോഗസ്ഥൻ 5 തവണ അന്വേഷിച്ചത്. 5 തവണയും അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കള്ളക്കഥയുണ്ടാക്കിയ ഒരു തേർഡ് റേറ്റ് ആ SPAയുടെ പറ്റി പറഞ്ഞെന്താ പറയുക കോടതി? ഈ പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിക്കേണ്ട നന്ദകുമാരൻ നായർ. ഇതേപോലെയാണ് നമുക്കറിയാം പാലക്കാട് ശശിധരൻ വധക്കേസ്, മലബാർ സിമെൻറ്റിലെ 2 കുട്ടികളെ അടക്കം ഒരുമിച്ച് കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് കഥയുണ്ടാക്കിയിട്ട് അതായത് ഈ പറയുന്ന മലബാർ സിമെൻറ്റിലെ വൻ അഴിമതികളെക്കുറിച്ച്
ആദ്യമായി റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ് ഈ പറയുന്ന ശശിധരൻ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട് ജനറൽ. അദ്ദേഹം ഈ കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുകയും എന്നാൽ അദ്ദേഹത്തെ മൃഗീയമായി കൊല്ലുകയായിരുന്നു. ഈ കേസിലും ചാക്ക് രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. അവസാനം കോടതിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ 2 കോടി രൂപയാണ് ഈ നന്ദകുമാരൻ നായർ കടത്തിക്കൊണ്ടുപോയത്. അത് ഈ പറയുന്ന ചാക്ക് രാധാകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്ന് റെയ്ഡ് നടത്തി പൈസ കൊടുത്തുകൊണ്ട് അതിൻ്റെ അവസാന കേസിലെന്തായി, CD ഹാജരാക്കിയപ്പോൾ അത് ബ്ലാങ്ക് CD ആണ്, യാതൊരു തെളിവുമില്ല. ഇത്തരത്തിലുള്ള CBI ആണ് നമുക്ക് കേരളത്തിലുള്ള ഇപ്പോഴും. പഴയ CBI സേതുരാമയ്യർ CBIയെക്കുറിച്ച് നമ്മൾ കേട്ടറിവിട്ടുണ്ട്. ആ സേതുരാമയ്യർ CBI അല്ല ഇപ്പോഴത്തെ CBI. വെറും ഏഴാങ്കൂലികളായ യാതൊന്നിനും കൊള്ളാത്ത ആളുകളാണ് CBIയിലുള്ളതെന്ന് എനിക്ക് നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേരളത്തിലൊരു CBI ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. നന്ദകുമാർ വേഴ്സ് നന്ദകുമാരൻ നായർ എന്ന് പറഞ്ഞ കേസ് തന്നെയുണ്ട്. അയാളുടെക്കെതിരെയുള്ള കേസുകൾ അവസാനിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം CBI എന്ന് പറയുന്ന ഒരു അന്വേഷണം കൊണ്ട് കാര്യമില്ല. കേരളത്തിലെ നല്ല ചുറുചുറുക്കുള്ള തൻ്റെ ഇടമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് തെരഞ്ഞുപിടിച്ച് അവർക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്ത് അന്വേഷിക്കുന്നതായിരുന്നു നല്ലത്. ഈ CBI അന്വേഷണം ഡിക്ലെയർ ചെയ്തു. CBI അന്വേഷണം ഡിക്ലെയർ ചെയ്താൽ എന്താണ് ഇനി വരാൻ പോകുന്നത് നമുക്കറിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നന്ദി, നമസ്കാരം.